അഭിഭാഷകരുടെ പ്രതിനിധിയായി അഡ്വക്കേറ്റ് ഹസ്ന മോളാണ് ഇപ്പോൾ നമ്മുടെ കൊച്ചിയിൽ നിന്നും കൊച്ചി ബ്യൂറോയിൽ നിന്നും ചേരുന്നത്. സ്വാഗതം ഹസ്ന മോൾ. ഇന്നലെ നടന്ന സംഭവങ്ങളിൽ രണ്ട് വേർഷനാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. വിദ്യാർത്ഥികൾ ഒരു വേർഷൻ പറയുന്നു, അഭിഭാഷകർ മറ്റൊന്ന് പറയുന്നു. ഇതിൽ എന്താണ് സത്യം എന്ന് ഏതായാലും ഈ ഘട്ടത്തിൽ നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ് കാര്യങ്ങൾ. ഇരുപക്ഷവും അവരുടെ വാദമുഖങ്ങൾ ഉയർത്തുന്നു. പക്ഷേ നമുക്ക് മുന്നിലുള്ള ഈ ദൃശ്യങ്ങൾ, ഇത് ശരിയായോ? കോളേജിനകത്തേക്ക് എങ്ങനെയാണ് ഇങ്ങനെ കല്ലും ബിയർ ബോട്ടിലുമൊക്കെ എറിയുവാൻ അഭിഭാഷകർക്ക് കഴിയുന്നത്? ഇന്നലെ നടന്ന ബാർ അസോസിയേഷൻ്റെ ആനുവൽ ഡേ പ്രോഗ്രാമിൽ മഹാരാജാസിൽ നിന്ന് ഒരു പറ്റം കുട്ടികൾ, ഒരു 200ഓളം വരുന്ന കുട്ടികൾ വന്ന് പങ്കെടുക്കുകയും ഭക്ഷണം കഴിക്കുകയും, ബാർ അസോസിയേഷൻ ആനുവൽ ഡേ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ജഡ്ജസും വക്കീലന്മാരും അവരുടെ കുടുംബങ്ങളും അടങ്ങുന്ന പരിപാടിയാണ്. ബാർ അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടേക്ക് ഒരു 200ഓളം അഭിഭാഷകർ വരികയും ഭക്ഷണം കഴിക്കുകയും തുടർന്നുള്ള പരിപാടികളിലും മറ്റും പങ്കെടുത്ത് പരിപാടിയുടെ സമയത്ത് ഇവർ വനിതാ യുവ അഭിഭാഷകർക്ക് നേരെ മോശമായി പെരുമാറി. അതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന അഭിഭാഷകർ അവരോട് ചോദിക്കുകയും അവരെ സംഭവ സ്ഥലത്ത് നിന്ന് പറഞ്ഞു വിടുകയുമാണ് ഉണ്ടായത്. അതിനുശേഷം ഒരു 300 വിദ്യാർത്ഥികളോളം, 300ഓളം വിദ്യാർത്ഥികൾ, ഒരു വട്ടം വിദ്യാർത്ഥികൾ സംഘടിതമായി വന്ന് ബാർ അസോസിയേഷൻ 3 മണിക്കൂർ സമയത്ത് ബാർ അസോസിയേഷനെ ഉണ്ടായിരുന്ന വക്കീലന്മാരെ മർദ്ദിക്കുകയും അവരുടെ കയ്യിലുണ്ടായിരുന്ന വടി, കല്ലൊക്കെ വെച്ചിട്ട് അവർ അഭിഭാഷകരെ മർദ്ദിക്കുകയും, സംഭവവുമായി ബന്ധപ്പെട്ട് 10ഓളം അഭിഭാഷകർക്കാണ് ഗുരുതരമായ പരിക്ക് പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ന് വക്കീലന്മാർ ഒരു 12:30 മണിയോടുകൂടി, 1 മണിയോടുകൂടി അവർ വീണ്ടും ഈ വിദ്യാർത്ഥികൾ കല്ലും വീണ്ടും ഇന്നലെ ഉണ്ടായ പോലുള്ള പ്രവൃത്തികൾ ഇന്നും അവർ ബാർ അസോസിയേഷൻ്റെ അകത്തേക്ക് അവർ കല്ലുകൾ വെച്ച് എറിയുകയും ഉണ്ടായി. അതിനെ തുടർന്നാണ് നമ്മൾ അവർ ചെറുത്ത് നിൽപ്പാണ്, നമ്മൾ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുകയാണ് ഉണ്ടായത്. അല്ലാതെ വിദ്യാർത്ഥികളെ ആരെയും നമ്മൾ മർദ്ദിച്ചിട്ടില്ല. ഇതാണ് ഇവിടെ നീതിന്യായ സംവിധാനം നിലനിൽക്കുന്ന പോലീസും നിയമവ്യവസ്ഥയും ഒക്കെ ഉള്ള നാടാണല്ലോ. അവിടെ നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ ഇങ്ങനെ ഈ പട്ടാപ്പകൽ കുപ്പി എറിയേണ്ടി വരുന്നു, കല്ലെറിയേണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. ഇന്നലെ രാത്രി നടന്നത് എന്താണ് എന്ന് കൃത്യതയേ ഇല്ല. ഇന്നലെ രാത്രി ആ സംഭവം നടക്കുമ്പോൾ ആരെങ്കിലും ഫോണിൽ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നോ? എന്താണ് സംഭവിച്ചത്? പറഞ്ഞോളൂ. ഞങ്ങൾ ഒരിക്കലും വിദ്യാർത്ഥികളെ മർദ്ദിച്ചിട്ടില്ല. ഞങ്ങൾ ഒരിക്കലും വിദ്യാർത്ഥികളെ അഭിഭാഷകർ നടത്താറുണ്ട്. വിദ്യാർത്ഥികൾ അവിടെ വരാറുണ്ട്, അവർ ഭക്ഷണം കഴിക്കാറുണ്ട്. നമ്മൾ കുട്ടികളല്ലേ, അവരെ നമ്മളൊന്നും പറയാറില്ല. ഇന്നുണ്ടായിരുന്ന സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ ഉണ്ടായിരുന്ന അതേപോലെ ഉള്ള പ്രകോപനങ്ങൾ, അതായത് അക്രമങ്ങളാണ് അവർ നമ്മൾക്ക് നേരെ ഉണ്ടായത്. അതുപോലെ കുട്ടികൾക്ക് പരിക്കേറ്റത് എങ്ങനെയാണ്? മഹാരാജാസ് പോലുള്ള കോളേജിൽ പഠിച്ച ആൾക്കാർ 10ഓളം അഭിഭാഷകർക്കാണ് പരിക്കേറ്റത്. ഇപ്പോൾ വരുന്ന വാർത്തകളൊന്നും സത്യസന്ധമായിട്ടുള്ള വാർത്തകളല്ല. അഭിഭാഷകർക്കാണ് പരിക്കേറ്റത്. കുട്ടികൾക്ക് പരിക്കേറ്റിട്ടേ ഇല്ല എന്നാണോ? ഉണ്ടായ പരിക്കുകളായിരിക്കും. പക്ഷേ ഒരു അഭിഭാഷകർ പോലും കുട്ടികളെ മർദ്ദിച്ചിട്ടില്ല. ഇന്നും അവരാണ് സംഘർഷം ഉണ്ടാക്കുകയും അഭിഭാഷകരുടെ അസോസിയേഷന് നേരെ കല്ലെറിയുകയും ഉണ്ടായത്. അഡ്വക്കേറ്റ് അസോസിയേഷൻ വക്കീലന്മാർ നമ്മളോട് പറയുന്ന കാര്യം, അവിടെ കുട്ടികൾ നുഴഞ്ഞു കയറി എത്തുന്നു, അവിടെ പ്രശ്നമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അതിൽ തെളിവില്ല. പക്ഷേ നമുക്ക് മുന്നിൽ പകൽ വെളിച്ചത്തിൽ ഉള്ള തെളിവ് അവിടെ തിരിച്ച് കോളേജിലേക്ക് ബിയർ ബോട്ടിലെറിയുന്ന അഭിഭാഷകരാണ്. ഉറപ്പായും കോടതിയിൽ നിയമത്തിന് മുന്നിൽ തെളിവുകളാണല്ലോ പ്രധാനം. എപ്പോഴും നിയമത്തെക്കുറിച്ച് സംസാരിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കയ്യാങ്കളിയിലേക്ക് പോയത്? എന്തിന് കയ്യാങ്കളിയിലേക്ക് പോകണം? ഇവിടെ പോലീസ് സംവിധാനമില്ലേ? എന്തുകൊണ്ട് പ്രകോപനം ഉണ്ടായപ്പോൾ പോലീസിനെ വിളിച്ചില്ല?
മഹാരാജാസ് പോലുള്ള ക്യാമ്പസുകളിൽ പഠിച്ച കുട്ടികളും യുവ അഭിഭാഷകരായിട്ട് നമ്മുടെ കൂട്ടത്തിലുമുണ്ട്. അവരെ പ്രകോപനം ഉണ്ടാക്കിയപ്പോൾ അവർ അവിടെയുള്ള CC ക്യാമറ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയാവുന്നതാണ്. അവർ ഓൾറെഡി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വരുന്നു, കല്ലുകൾ വെച്ചെറിയുന്നു. നമ്മൾ അവിടെ ചെറുത്ത് നിൽക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഒരു വിദ്യാർത്ഥിയെ പോലും അഭിഭാഷകർ നമ്മൾ മർദ്ദിച്ചിട്ടില്ല. ഈ നമ്മൾ ഈ ചോദിക്കുന്ന പോലെ ഒരു പിള്ളേരോട് വേണമോ എന്നുള്ളതാണ് ഹസ്ന. നമ്മൾ എല്ലാവരും മുതിർന്ന പൗരന്മാരാണ്. നമുക്ക് വിദ്യാർത്ഥികളെ പറഞ്ഞോളൂ. നമ്മളിവിടെ ഒരു അഭിഭാഷകരും കുട്ടികൾക്ക് നേരെ യാതൊരു അക്രമങ്ങളും അഴിച്ചുവിട്ടിട്ടില്ല. ഇന്നലെ ഉണ്ടായിരുന്ന സംഭവത്തെ തുടർന്ന് ഇന്നും കുട്ടികൾ ബാർ അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ കുട്ടികൾക്ക് എന്ത് കാര്യം? അവർ അങ്ങോട്ട് കടന്നു വന്നപ്പോൾ കുട്ടികൾ അവിടെ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു. നമ്മൾ അവരൊന്നും പറയുന്നില്ല. നമ്മൾ നടന്നു വന്നതല്ല, അവിടെ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവർ ഞങ്ങളുടെ പരിപാടി പങ്കെടുക്കുന്നു. നമ്മൾ കുട്ടികളൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ അവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന അഭിഭാഷകർ മദ്യപിച്ചിരുന്നു. വനിതാ അഭിഭാഷകർക്ക് നേരെ വനിത യാതൊരു തരത്തിലുള്ള മദ്യപാനം ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ വിദ്യാർത്ഥികൾ പറയുന്ന കാര്യം നിങ്ങൾ പറയുന്നുണ്ട്. അവിടെ വിദ്യാർത്ഥി ഭാഷകരെ നമ്മളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന വനിതാ അഭിഭാഷകരെ വളരെ മോശമായ രീതിയിൽ പെരുമാറിയതിനെ തുടർന്നാണ് നമ്മൾ അവരെ കുട്ടികളോട് പറയുകയും അവരെ സംഭവ സ്ഥലത്ത് നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. പിന്നീടാണ് ഇവർ സംഘടിതമായിട്ട് 300ഓളം വിദ്യാർത്ഥികൾ സംഘടിതമായിട്ട് കൈ കിട്ടിയ സാധനങ്ങളൊക്കെ ഇട്ട് ബാർ അസോസിയേഷനിലെ ആൾക്കാരെ വന്ന് ഉണ്ടായിരുന്ന അഭിഭാഷകരെ എല്ലാവരും അവർ തല്ലുകയും ബാർ അസോസിയേഷനിലെ 3 മണിക്കൂർ സമയത്ത് അവർ പുറത്തേക്ക് പോലും പോകാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ സൃഷ്ടിക്കുകയും ചെയ്തു. ഇന്നലെ ആ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചില്ലേ? ഇന്ന് ഈ പകൽ വെളിച്ചത്തിൽ എന്തിനീ അതിക്രമം കാണിക്കണം ഹസ്ന? അതാണ് അറിയാത്തത്. നിങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വീഡിയോയൊന്നും ചിത്രീകരിച്ചില്ലേ? ഇന്നും നിങ്ങൾ ഇതിന്റെ തെളിവുകളൊന്നും എടുത്തു വെച്ചിട്ടില്ലേ? ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു അക്രമങ്ങൾ ഇന്നലെ ഉണ്ടായ പോലൊരു അക്രമങ്ങളാണ് ഞങ്ങളുടെ നേർക്ക് ഇന്നും വന്നത്. അത് ഇവരെ പോലെ മഹാരാജാസ് പോലുള്ള ക്യാമ്പസിൽ പഠിച്ച കുട്ടികളും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടാകും. ചിലപ്പോൾ അവരതിനെ പ്രതിരോധിച്ച് കാണുമായിരിക്കും. അവിടെയാണ് പ്രശ്നം. അല്ലാതെ അഭിഭാഷകർ ഇന്നേ വരെ ഞങ്ങൾ അഭിഭാഷകർ അഡ്വക്കേറ്റുമാർ ഏത് ക്യാമ്പസിൽ പഠിച്ചു എന്നുള്ളത് വിഷയമല്ല. അഡ്വക്കേറ്റ് ഹസ്നമോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലെത്തുമ്പോൾ നാളെ ജഡ്ജിമാരൊക്കെ ആയി മാറേണ്ടവരാണ്. അവർ എങ്ങനെയാണ് ഇത്തരത്തിൽ കോളേജ് കുട്ടികളോട് പെരുമാറിയിരിക്കുന്നത്? ഒട്ടും അവധാനതയില്ലാതെയാണ്. പിള്ളേരോട് വെറുതെ തട്ടിക്കേറുന്നു, അങ്ങോട്ട് പോയി പ്രശ്നമുണ്ടാക്കുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. കുട്ടികളോട് അങ്ങോട്ടല്ല, മഹാരാജാസിലെ വിദ്യാർത്ഥികൾ നമ്മുടെ അസോസിയേഷനിലേക്കാണ് അവർ കല്ലെടുത്തെറിയുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്നലെ ഉണ്ടായ അതേ സംഭവങ്ങൾ തന്നെയാണ് ഇന്നുണ്ടായിരുന്നത്. ഒരു വിദ്യാർത്ഥികളുടെ വാദം ഇതിനകത്ത് 10ഓളം അഭിഭാഷകർക്കാണ് ഗുരുതരമായിട്ടുള്ള പരിക്കിന്റെ കാര്യത്തിൽ 2 കൂട്ടർക്കും പറ്റിയിട്ടുണ്ട്. 2 കൂട്ടർക്കും ഇവിടെ പരിക്ക് പറ്റിയ കാര്യം അറിയുന്നുണ്ട്. ഇത് ഒരു കൂട്ടർക്ക് മാത്രമല്ല. എങ്ങനെ നിയമം കയ്യിലെടുക്കാൻ അഭിഭാഷകർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ഇത് ആദ്യമൊന്നുമല്ല അഭിഭാഷകർ ഇത്തരത്തിൽ അതിക്രമങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത്. അഭിഭാഷകർ ഒരിക്കലും അക്രമങ്ങൾ കാണിച്ചിട്ടില്ല. ഇന്നലെ ബാർ അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഞങ്ങളുടെ ആനുവൽ ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ കുടുംബങ്ങളും ജഡ്ജസും വക്കീലന്മാരും അടങ്ങുന്ന പരിപാടികളിൽ കുട്ടികളാണ് അവിടെ വന്ന് ഭക്ഷണം കഴിക്കുകയും പരിപാടി പങ്കെടുക്കും. അവർ തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. വനിതാ അഭിഭാഷകരെ ശല്യം ചെയ്തതിനെ തുടർന്ന് നമ്മൾ അവരെ പറഞ്ഞു വിട്ടു. ഇതാണ് വസ്തുത. വിദ്യാർത്ഥിനികളോട് മദ്യപിച്ച് അഭിഭാഷകർ മോശമായി പെരുമാറി എന്നുള്ള പരാതി ഉയർത്തുന്നുണ്ട്. ഇവിടെ അവർക്ക് പരിക്കേറ്റ കാര്യം പറയുന്നുണ്ട്. അവർ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് അവരുടെ നേർക്ക് കല്ലും കുപ്പിയും എറിയുന്ന ദൃശ്യങ്ങളാണ്. ഒരാളുടെ കഴുത്തിൽ കുപ്പി പൊട്ടിച്ച് വെച്ച് ഭീഷണിപ്പെടുത്തി എന്നതടക്കമുള്ള പരാതികളുണ്ട്. അതിനെക്കുറിച്ചൊന്നും തെളിവില്ലാതെ പറയാൻ കഴിയില്ല. പക്ഷേ നമുക്ക് മുന്നിലുള്ള തെളിവ് ഇതാണ്. ആ ക്യാമ്പസിലേക്ക് നിങ്ങൾ കല്ലും കുപ്പിയും എറിയുന്നതിന്റെ തെളിവുണ്ട്. അത് ഇന്ന് ഉച്ചയ്ക്ക് നടന്ന സംഭവങ്ങളാണ്. അസോസിയേഷനിലേക്ക് ഇന്നലെ നടന്നതുപോലെ തന്നെ അവർ വിദ്യാർത്ഥികൾ കല്ലും മറ്റ് ബിയർ ബോട്ടിലുകളും എടുത്തെറിയുന്നു.
ഇത് കണ്ടു നിന്ന് ഒരു പറ്റം യുവ അഭിഭാഷകർ അവിടെ ഓടിച്ചെല്ലുന്നു. അതിനുശേഷം മഹാരാജാസിൻ്റെ പ്രിൻസിപ്പൾ തന്നെ വന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഉണ്ടായിരുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഇങ്ങനൊരു സംഭവം നമ്മൾ പോയിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ വിദ്യാർത്ഥികൾ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി ഏതായാലും ആ തെളിവെടുത്തു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അഭിഭാഷകർ ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചില്ല? ഒരു സിംഗിൾ ദൃശ്യം പോലും വെളിയിൽ വന്നിട്ടില്ല. അതുകൊണ്ടായി ചോദിക്കുന്നത്. അല്ല അത് ഉണ്ട്, ചിത്രീകരിച്ചിട്ടുണ്ട്. ഒത്തിരി ആൾക്കാരുടെ ഫോണും കാര്യങ്ങളിലുണ്ട്. അതിനുശേഷം ഇവർ നമ്മുടെ അടുത്ത് വളരെ പ്രകോപനപരമായിട്ടാണ് കുട്ടികൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഒരു 4-4:30 സമയം വരെയൊക്കെ എല്ലാ അഭിഭാഷകരും ബാർ അസോസിയേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. പോലീസ് അവിടെയുണ്ട്. ശരി ഹസ്നമോൾ, വളരെയധികം നന്ദി ഏതായാലും സംസാരിക്കാൻ എത്തിയതിന്. പക്ഷേ ആ പറയുന്നത് ന്യായമല്ല. ഞങ്ങളുടെ കൂട്ടത്തിലും മഹാരാജാസിലൊക്കെ പഠിച്ച യുവാക്കൾ ഉണ്ടല്ലോ എന്നുള്ള ന്യായം ഒരിക്കലും നിലനിൽക്കുന്നതല്ല. ഇന്ന് വന്ന തെളിവുകളും അഭിഭാഷകർക്ക് എതിരെ എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. വളരെയധികം നന്ദി ഹസ്നമോൾ, ഈ ഘട്ടത്തിൽ ഞങ്ങളോട് ചർച്ചയ്ക്ക് എത്തിയതിന്.